ഇന്ന് നമ്മൾക്ക് രാമായണ കഥയുടെ ബാലകാണ്ഡം ശ്രീരാമ ജനനം. എന്താണ് ഈ കാണ്ഡം? അതായത് രാമായണം 6 കാണ്ഡങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാണ്ഡം എന്നാൽ ജലസ്രോതസ് എന്നൊരർത്ഥമുണ്ട്. വേറൊരർത്ഥം കരിമ്പിൻ്റെ തുണ്ടെന്നാണ്. കരിമ്പ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും ഇല്ലേ? എത്ര വളഞ്ഞും പൊളഞ്ഞും എല്ലാം ഇരുന്നാലും കരിമ്പിൻ്റെ ഏത് ഭാഗം നമ്മൾ പൊട്ടിച്ച് കഴിച്ചാലും എന്തുണ്ടാവും? നല്ല മധുരം അല്ലേ? അതുപോലെ തന്നെയാണ് ഈ രാമായണത്തിലും എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നല്ലതും കെട്ടതുമായ ഒരുപാട് സംഭവങ്ങൾ, ദുഷ്ടന്മാരും നല്ലവരുമായ ഒരുപാട് ജനങ്ങൾ. പക്ഷേ ഏത് ഭാഗം നമ്മൾ എടുത്തു വച്ച് വായിച്ചാലും അത് മധുരമാണ്. നല്ല കഥ, മധുരമായ കഥ. അതുകൊണ്ടാണ് അധ്യായങ്ങൾക്ക് കാണ്ഡം എന്ന് പേരിട്ടത്. 6 അധ്യായങ്ങളാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധകാണ്ഡം, സുന്ദരകാണ്ഡം, പിന്നെ യുദ്ധകാണ്ഡം. ഇങ്ങനെയാണ് 6 കാണ്ഡങ്ങളുള്ളത്. ബാലകാണ്ഡത്തിലെ കുറച്ച് കഥകൾ നമ്മൾക്ക് കേട്ടാലോ? എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. പ്രധാനപ്പെട്ട സംഭവങ്ങൾ അമ്മ പറഞ്ഞു തരാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ രാമായണം കേട്ട് പഠിക്കണം കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹപ്രകാരം ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയെ വിവാഹം കഴിച്ചു. അവർക്കൊരു മകളുണ്ടാവും. മകളുടെ പേര് ശാന്ത എന്നായിരുന്നു. ദശരഥ മഹാരാജാവ് അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ കൗസല്യാദേവിയുടെ ഒരു സഹോദരി അവിടെ വന്നു. അപ്പം അവർ പറഞ്ഞു, കൗസല്യേ, നിനക്ക് ഇനിയും മക്കളുണ്ടാവുമല്ലോ, എനിക്കും ഭർത്താവിനും മക്കളുണ്ടാവില്ല, അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളർത്താൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പം കൗസല്യ ദശരഥ മഹാരാജാവിനോട് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്കിനിയും കുട്ടികളുണ്ടാവുമല്ലോ, സഹോദരിക്ക് കുട്ടികളുണ്ടാവുകയുമില്ല, അതുകൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞിനെ ചേച്ചിക്ക് വളർത്താനായിട്ട് കൊടുത്തു. പക്ഷെ എന്തുണ്ടായി? പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായില്ല. അപ്പം വളരെ സങ്കടമായി. തിരിച്ച് വാങ്ങിക്കാൻ പറ്റുമോ? കൊടുത്ത കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ എന്താ ചെയ്യുക? അപ്പം കൗസല്യ പറഞ്ഞു, ഇത് ശരിയാവില്ല മഹാരാജാവേ, അങ്ങ് വേറൊരു നല്ലൊരു പിന്നെ കുട്ടിയെ കൂടെ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ സുമിത്ര, പേര് പോലെ തന്നെ എല്ലാവരോടും നല്ല മിത്രഭാവമുള്ള, വളരെ നല്ല ശാന്ത സ്വഭാവിയും നല്ല സ്നേഹവും സൗഹൃദവുമുള്ള രാജകുമാരിയായിരുന്നു സുമിത്ര. ആ സുമിത്രയെ ദശരഥ മഹാരാജ വിവാഹം കഴിച്ചു. എന്നിട്ട് എന്താ പ്രയോജനം? ഒന്നും ഉണ്ടായില്ല, കുട്ടികളുണ്ടായില്ല, അത്ര തന്നെ. കുറേ നാളായിട്ടും കുട്ടികളുണ്ടാവുന്നില്ല. ദശരഥ മഹാരാജാണെങ്കിൽ പ്രായം കൂടി വരികയാണ്. അപ്പോൾ വളരെ സങ്കടമായി. അപ്പോൾ സുമിത്രയും കൗസല്യയും പറഞ്ഞു, അങ്ങ് നമ്മുടെ രാജ്യം അനാഥമായി പോവും, കുഞ്ഞുങ്ങൾ ഉണ്ടാവണ്ടേ, അതുകൊണ്ട് നമ്മുടെ ഐശ്വര്യ സമൃദ്ധി നിറഞ്ഞ അയോധ്യയിൽ അധർമ്മവും എല്ലാം വളരാൻ തുടങ്ങും, രാജാവ് വേണ്ടേ, അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, ഒരു കുട്ടിയെ കൂടെ വിവാഹം ചെയ്യണം, ഒരു രാജകുമാരിയെ കൂടെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കേകയ രാജ്യം, അതായത് നമ്മുടെ കാശ്മീർ ഉണ്ടല്ലോ, അവിടെയാണ് കേകയ രാജ്യം. കേകയ രാജ്യത്തിൽ അശ്വപതി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിസുന്ദരിയും വളരെ സമർത്ഥയും മിടുക്കത്തെയും ധീരയും ബുദ്ധിമതിയുമൊക്കെ ആയ ഒരു മകളും പിന്നെ ഒരു മകനുമുണ്ടായിരുന്നു. യുധാജിത്ത് എന്നൊരു മകനുമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇരട്ടക്കുട്ടികളായിരുന്നു, അതായത് കൈകേയിയും യുധാജിത്തും. അപ്പൊ ആ കൈകേയിയെ വിവാഹം ചെയ്ത് തരാനായിട്ട് ദശരഥ മഹാരാജാവ് അശ്വപതിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അശ്വപതി പറഞ്ഞു, തൻ്റെ മകളുടെ ജ്യേഷ്ഠത്തിമാരായിട്ട് 2 പേരുണ്ടല്ലോ, കൗസല്യയും സുമിത്രയും. അപ്പം അവർക്ക് മക്കളുണ്ടായാൽ അവരുടെ മക്കളായിരിക്കും രാജാവാകുക, എൻ്റെ മകളുടെ കുട്ടിക്ക് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു തരാം, പക്ഷേ ഒരു വാക്ക് തരണം. എന്താണ് വാക്ക്? കൈകേയിക്ക് ഉണ്ടാവുന്ന കുട്ടിക്കാണ് രാജ്യം കൊടുക്കേണ്ടത്. അപ്പൊ ദശരഥ മഹാരാജാവും മറ്റ് 2 രാജ്ഞിമാരും പറഞ്ഞു, സമ്മതം, കൈകേയിക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക് ഞങ്ങൾ രാജാവാക്കിക്കോളാം എന്ന് വാക്ക് കൊടുത്തിട്ട് കൈകേയിയും കൂടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, അയോധ്യയിലേക്ക് കൊണ്ടുവന്നു. അയോധ്യ കൊണ്ടുവന്നപ്പോഴത്തേക്കും 3 രാജ്ഞിമാരും നല്ല യോജിപ്പ്, സഹോദരിമാരെ പോലെ പരസ്പരം സ്നേഹിച്ച് അവരങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ
ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരിലും ഒരു കുട്ടിയും ഉണ്ടായില്ല. പ്രജകൾക്കും അത്യധികം സങ്കടമായി. ഒരു രാജകുമാരൻ ഇല്ലാതെ രാജ്യം അനാഥമായി പോകുമല്ലോ ഈശ്വര, ഞങ്ങളുടെ രാജാവിന് എന്താണ് കുട്ടികൾ ഉണ്ടാവാത്തത് എന്ന് എല്ലാവർക്കും ദുഃഖമായി. അപ്പൊ ഇനി എന്താണ് ഒരു പോം വഴി? അപ്പൊ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ഉപദേശം ചോദിക്കാം എന്ന് പറഞ്ഞ് വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പോയി നമസ്കരിച്ച് ഉപദേശം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പുത്രകാമേഷ്ടി യാഗം എന്നൊരു യാഗമുണ്ട്. അതിൽ ഭഗവാനും ദേവന്മാരും പ്രീതരാവും. അവർ പ്രസന്നരായാൽ കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ആ യാഗം ചെയ്യാം എന്ന് പറഞ്ഞു. ദശരഥ മഹാരാജന് സന്തോഷമായി. സുമന്ത്രരാണ് അദ്ദേഹത്തിന്റെ മന്ത്രി, പ്രധാനമന്ത്രി. സുമന്ത്രരെ വിളിച്ചിട്ട് സരയൂ നദിയുടെ തീരത്ത് അതിമനോഹരമായ യാഗശാല പണിയാനായിട്ട് പറഞ്ഞു. വലിയ യാഗശാല, എല്ലാവരും ക്ഷണിക്കണമല്ലോ യാഗം നടത്തുമ്പോൾ. എല്ലാവരെയും, അടുത്തുള്ള രാജാക്കന്മാരെയും മഹർഷിമാരെയും പ്രജകളെയും എല്ലാവരെയും ക്ഷണിച്ച് വലിയ ഒരുക്കത്തോടുകൂടി പുത്രകാമേഷ്ടി യാഗം ചെയ്യാണ്. അപ്പൊ അതിന് യാഗം ചെയ്യുന്നതിന് ഒരു യജമാനനും പത്നിയും ഉണ്ടാവണം. ആരാണെന്നറിയാമോ? യജമാനനായിട്ട് വന്ന മഹർഷിയുടെ പേരാണ് യാജ്ഞവൽക്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ആരായിരുന്നു എന്നറിയാമോ? ദശരഥ മഹാരാജാവിന്റെ മൂത്ത പുത്രിയായ ശാന്ത തന്നെയായിരുന്നു. അങ്ങനെ ശാന്തയും യാജ്ഞവൽക്യനും കൂടെ വന്നിട്ട് അതിമനോഹരമായിട്ട് സരയൂ നദിയുടെ തീരത്ത് അവർ നന്നായിട്ട് യാഗം ചെയ്യാണ്. യാഗത്തില് ദേവന്മാരൊക്കെ വളരെ പ്രീതരായി. അപ്പോഴ് എന്തുണ്ടായി? അഗ്നിദേവൻ സ്വയം ആ അഗ്നിയിൽ നിന്ന് മുകളിലേക്ക് വന്നു. എന്നിട്ടൊരു സ്വർണ്ണപാത്രം നിറയെ പായസം, ആ പായസം കൊണ്ട് കൊടുത്തിട്ട് യാജ്ഞവൽക്യന്റെ കൈ കൊടുത്തു. അദ്ദേഹം അത് ദശരഥ മഹാരാജാവിന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സ്വർണ്ണപാത്രത്തിലെ പായസം 3 ഭാര്യമാർക്ക് നൽകിയാൽ 3 പേർക്കും കുട്ടികളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം വസിഷ്ഠ ഗുരു ദശരഥ മഹാരാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആ പായസം 3 പേർക്കും സ്വർണ്ണപാത്രങ്ങളിലായിട്ട് ഭാഗിച്ചു കൊടുത്തു. കൗസല്യാദേവിയും കൈകേയിയും അവർക്ക് കിട്ടിയ പായസം അവിടെ ഗുരുവിന്റെ സമീപത്ത് തന്നെ വെച്ചിട്ട് കുളിക്കാനൊക്കെ പോയി. ആ സമയത്ത് സുമിത്ര എന്ത് ചെയ്തു? പായസവും കൊണ്ട് മട്ടുപ്പാവിന്റെ മുകളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴ് എന്തുണ്ടായി? സുമിത്രയുടെ മനസ്സിൽ ഒരു ചെറിയ ദുശ്ചിന്ത ഉണ്ടായി. എന്താണെന്നറിയാമോ? കൗസല്യ മൂത്ത ഭാര്യയാണ്. അപ്പൊ മകനുണ്ടായാൽ രാജാവാകാൻ സാധ്യതയുണ്ട്. കൈകേയിയുടെ ആണെങ്കിലോ മകന് രാജ്യം കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ 2 പേരെയും കുട്ടികൾക്കും രാജ്യാധികാരം കിട്ടും. എൻ്റെ മകൻ നടുവിലുള്ളവനാണ് അല്ലേ, മധ്യമനാണ്. അപ്പൊ അവന് ഒന്നും കിട്ടില്ല. അപ്പൊ അവന് ജ്യേഷ്ഠന്മാരെ നോക്കി സങ്കടപ്പെടേണ്ടി വരും. എന്തിനാണ് അങ്ങനെ ഒരു മകൻ ഉണ്ടാവുന്നത് എന്ന് ഒരു ചിന്ത. മകളില്ലെങ്കിൽ സങ്കടപ്പെടണ്ടല്ലോ, അപ്പൊ മകൻ ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ദുശ്ചിന്ത സുമിത്രാദേവിയുടെ മനസ്സിൽ വന്നു. ആ നിമിഷം എന്തുണ്ടായിന്നറിയാമോ? ഒരു വലിയ പരുന്ത്, ഗരുഡനെ പോലെ ഒരു പരുന്ത് പറന്ന് വന്ന് ആ സ്വർണ്ണപാത്രം കൊത്തിക്കൊണ്ടുപോയി. അത് വായുദേവനാണ് പരുന്തിന്റെ രൂപത്തിൽ വന്നത്. അതായത് കുന്നിന്റെ ചെരുവില് ഞാൻ പറഞ്ഞില്ലേ വാനര രാജാക്കന്മാരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. ഒരു വാനര രാജാവായ കേസരിയുടെ ഭാര്യ അഞ്ജന വലിയ ഒരു അപ്സരസായിരുന്നു. അഞ്ജന ഒരു ശാപം മൂലം പിന്നെ ഒരു വാനര സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുകയാണ്. അപ്പൊ പക്ഷെ വളരെ വലിയ ശിവഭക്തയായിരുന്നു. അത് വായുദേവൻ അറിയാം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ പ്രസാദം വായുദേവൻ അഞ്ജനാദേവിയുടെ മടിയിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് കഴിച്ചോളൂ, ദിവ്യമായ പായസമാണ്. ഇതിൽ നിന്നും നിനക്ക് അതിശ്രേഷ്ഠനായ രുദ്രാവതാരത്തിൽ ശിവന്റെ അംശമായ ഒരു മകൻ ഉണ്ടാകും. വളരെ ബലവാനും ദിവ്യനുമായിരിക്കും ആ മകനാണ് ഹനുമാൻ. അങ്ങനെ പറഞ്ഞു. അഞ്ജനാദേവി വളരെ ഭക്തിയോടുകൂടി ആ പായസം കഴിച്ചു. ഈ സമയത്ത് അയോധ്യയിലുണ്ടായി? സുമിത്രയ്ക്ക് വളരെ വിഷമമായി. പായസം പോയില്ലേ, ഇനി എങ്ങനെ ചെന്ന് പറയും? മഹാരാജാവിന് എന്ത് സങ്കടം വരും? വളരെ സങ്കടപ്പെട്ട് താഴേക്ക് പോയിട്ട് തൻ്റെ കൗസല്യാദേവിയോടും
കൈകയോട് മാത്രം പറഞ്ഞു, ഇങ്ങനെ ഒരു അബദ്ധമുണ്ടായി, നമ്മളിനി എന്താ ചെയ്യുക? അപ്പം പറഞ്ഞു, ഇല്ല, രാജാവിനോട് നമുക്ക് പറയണ്ട, അദ്ദേഹത്തിന് നമുക്ക് സങ്കടപ്പെടുത്തണ്ട, പകരം ഞങ്ങളുടെ പങ്ക് തരാം എന്ന് പറഞ്ഞിട്ട് കൗസല്യാദേവിയുടെ ഒരു പങ്കും കൈകയുടെ ഒരു പങ്കും സുമിത്രയ്ക്ക് കൊടുത്തു. അവർ 3 പേരും പായസം കഴിച്ചു, പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തന്നെ 3 പേരും ഗർഭിണികളായി. പ്രജകൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. രാജാവും പ്രജകളും സന്തോഷം, രാജ്യത്തിനും സന്തോഷം. ചൈത്രമാസം, അതായത് നമ്മുടെ ഏപ്രിൽ മാസം, ഏപ്രില് ചൈത്രമാസത്തില് വെളുത്ത പക്ഷം എന്ന് എന്താണ്? കറുത്ത വാവ് കഴിഞ്ഞിട്ട് വരുന്ന പിന്നെ ചന്ദ്രന്റെ വളർച്ചയുണ്ടല്ലോ, അതിനാണ് വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. ആ വെളുത്ത പക്ഷത്തില് 9ാമത്തെ ദിവസം നവമി എന്ന് പറയും. നമ്മൾ ശ്രീരാമ നവമി എന്ന് കേട്ടിട്ടില്ലേ? നവമി ദിവസം പുണർദം നക്ഷത്രത്തില് ശ്രീരാമൻ ജനിച്ചു. അടുത്ത ദിവസം ദശമി ദിവസത്തില് പൂയം നാളില് ഭരതൻ ജനിച്ചു. കൈകേയിക്കൊരു പുത്രൻ ജനിച്ചു. 3ാമത്തെ ദിവസം ഏകാദശി ദിവസത്തില് സുമിത്രയ്ക്ക് ആയില്യം നക്ഷത്രത്തിൽ 2 മക്കളുണ്ടായി. എന്തുകൊണ്ടാണ് 2 മക്കളുണ്ടായത്? 2 പായസം കിട്ടിയില്ലേ, അതുകൊണ്ട് 2 മക്കളാണ് ഉണ്ടായത്. ആദ്യം തന്നെ കൗസല്യാദേവിയുടെ അവിടെ എന്തുണ്ടായി നോക്കാം. കൗസല്യാദേവിക്ക് ആരാണ് ജനിച്ചത്? ഭഗവാനല്ലേ ജനിച്ചത്. ജനിച്ച ഉടൻ തന്നെ ഭഗവാൻ തൻ്റെ വാക്ക് പാലിക്കണമല്ലോ. ഞാൻ ഭഗവാൻ ജനിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഉടൻ തന്നെ ശംഖചക്ര പത്മഗദാധാരിയായി സുന്ദരമായ വിഷ്ണു രൂപം കൗസല്യാദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ കൗസല്യാദേവി സന്തോഷത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങനെയും ബാലനായിട്ട്, ഒരു കൊച്ചു കുഞ്ഞായിട്ട് എൻ്റെ മുമ്പിൽ കിടക്കണം, അങ്ങനെ എല്ലാവരും വന്ന് അങ്ങയെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ അതനുസരിച്ചു. അതിസുന്ദരനായ ഒരു ശിശുവായിട്ട്, അതെന്താണ്, അങ്ങനെ ഒരു സുന്ദരമായ രൂപത്തില് ഭഗവാൻ അവിടെ കടന്നു. അപ്പൊ കൗസല്യാദേവിക്ക് സന്തോഷമായി. വാർത്തയറിഞ്ഞ ദശരഥ മഹാരാജാവ് അത്യന്ത സന്തോഷത്തോടുകൂടി ഓടി വന്ന് കുലവിനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ അദ്ദേഹവും വന്നു. പിന്നെ രാജ്യത്തിലെയും രാജാവിൻ്റെയും സന്തോഷത്തിന് അതിരില്ലാതെയായി. അത്യാഹ്ലാദം കൊണ്ട് എല്ലാവരും മതിമറന്നു. ഒരു മകനെ ചോദിച്ചപ്പോൾ 4 മക്കളാണ് ഉണ്ടായിരിക്കുന്നത്, സുന്ദരന്മാരായ രാജകുമാരന്മാർ. രാജാവിന് അത്യധികം സന്തോഷമായിട്ട് ജനങ്ങൾക്കും ബ്രാഹ്മണർക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വസിഷ്ഠ മഹർഷിയോട് കുട്ടികളുടെ ഭാവിയെ പറ്റി ജാതകം നോക്കണം, ജാതകർമ്മം എന്ന് പറയും, ജാതകർമ്മം ചെയ്യണം, അവർക്ക് പേരിടണം. അതിനായിട്ട് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവർക്ക് ഭാവി നോക്കി, അദ്ദേഹത്തിന് ഭാവി അറിയാം, അദ്ദേഹം മഹാഋഷിയല്ലേ, ഭാവിയിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം അതനുസരിച്ചുള്ള നാമങ്ങളാണ് കുട്ടികൾക്ക് നൽകിയത്. ആദ്യം തന്നെ പിന്നെ കൗസല്യയുടെ പുത്രൻ എല്ലാവരെയും രമിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ സ്വഭാവശുദ്ധിയുള്ളൊരു ആളായിരിക്കും എന്ന് മനസ്സിലായിട്ട് ശ്രീരാമൻ എന്ന് പേരിട്ടു. ഭാവിയിൽ ഭരണത്തിൽ വളരെ നിപുണനാകും, ഭരണം ചെയ്ത് രാജ്യം ഭരിച്ചുകൊണ്ട് വളരെ നിപുണനായിട്ട് രാജാവാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൈകേയിയുടെ പുത്രന് ഭരതൻ എന്ന പേര് കൊടുത്തു. പിന്നെ നോക്കിയപ്പോഴോ സുമിത്രയുടെ 2 മക്കളെ കണ്ടു. അതില് ലക്ഷ്മണനെ കണ്ടപ്പോൾ, ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ കുട്ടി ഒരിക്കലും ശ്രീരാമനെ പിരിയില്ല, ശ്രീരാമന് സേവനം ചെയ്യുക എന്നത് മാത്രമായിരിക്കും ഈ കുട്ടിയുടെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് അവന് ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷണയുക്തനായ ഒരു സേവകൻ, അതുകൊണ്ട് ലക്ഷ്മണൻ എന്ന് പേരിട്ടു. അതേ സമയത്ത് മറ്റേ കുട്ടി ഭരതനെ വിട്ടുപോകില്ല എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ ഭരതൻ രാജ്യം ഭരിക്കുമ്പോൾ ശത്രുക്കളെയൊക്കെ ഹനിക്കുന്നതിനായിട്ട് സാമർഥ്യം കാണിക്കുന്ന ഒരു കുട്ടിയായിരിക്കും എന്ന് മനസ്സിലായിട്ട് ആ കുട്ടിക്ക്, സാമർഥ്യമുള്ള ആ കുട്ടിക്ക് ശത്രുഘ്നൻ എന്ന് പേര് ഇട്ടു. അപ്പൊ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന 4 പേർക്ക് മനോഹരമായ പേരുകൾ നൽകി. ഇനി അവർ വളരുന്ന കഥ നാളെ അമ്മ പറഞ്ഞുതരാം കേട്ടോ. സായിരാം.